അർജുനായുള്ള രക്ഷാദൌത്യം നീളും. ഐബോർഡ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ലോറി ഉള്ളത് 10 മീറ്റർ താഴ്ചയിലെന്ന് ദൌത്യസംഘം. പുഴയിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് വെല്ലുവിളിയായി കുത്തൊഴുക്ക്. നാവികസേനാ സംഘം മടങ്ങി. അർജുന്റെ ലോറിയിലെ തടികൾ കണ്ടെത്തി. നിപ ആശങ്ക ഒഴിയുന്നു. ഇന്ന് പുറത്തുവന്ന 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. 2 പേർ കൂടി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ. പൂനെയിൽ നിന്നുള്ള DSL-3 മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. വെടിവെച്ചത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. കാട്ടുപോത്തിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ടെക്നോ സിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. INTUC നേതാവ് രാമഭദ്രൻ കൊലക്കേസിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികളെല്ലാം CPIM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 4 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30-ന്. രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളുടെ പേര് മാറ്റി. ദർബാർ ഹാൾ അറിയപ്പെടുക ഗണതന്ത്ര മണ്ഡപം എന്ന്. അശോക് ഹാൾ ഇനി അശോക് മണ്ഡപം. ഒഴിവാക്കിയത് രാജഭരണകാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയും ഓർമ്മിപ്പിക്കുന്ന പേരുകളെന്ന് രാഷ്ട്രപതി ഭവൻ. നീറ്റിൽ പുതിയ റാങ്ക് പട്ടിക പുറത്ത്. ഫലം പ്രസിദ്ധീകരിച്ചത് പ്രത്യേകമായി നൽകിയ അധിക മാർക്ക് ഒഴിവാക്കി. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം.